എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് സീ ഫിഷ് മാത്രം കിട്ടുന്ന, അതായത് നമ്മുടെ നാടൻ ഊണും സീ ഫിഷും കായൽ ഫിഷും കിട്ടുന്ന ആലപ്പുഴയിലെ ഒരു അടിപൊളി സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ റേറ്റ് നമുക്ക് നോക്കണം, നമ്മുടെ പോക്കറ്റ് കാലിയാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കണം. എന്നിട്ട് നിങ്ങളുമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു ആലപ്പുഴയിൽ സീ ഫിഷ് കിട്ടുന്ന ഒരു സ്പോട്ട് വളരെ കുറവാണ്. ഇപ്പോൾ ആലപ്പുഴയിലാണ് നമുക്കാണെങ്കിലും ശരി, നല്ല സീ ഫിഷ് കിട്ടുന്ന സ്പോട്ട് കുറവാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങളുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഷോപ്പിലോട്ട് പോവാം. അവിടുത്തെ എന്തൊക്കെ വെറൈറ്റി ഫിഷുകളാണെന്ന് നോക്കാം, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം പോകുന്ന റൂട്ടിൽ പാതിരപ്പള്ളി ജംഗ്ഷൻ അവിടുന്ന് നമ്മുടെ ഹൈവേയുടെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ പാരലോഡ് വഴിയുള്ള റോഡിൽ കൂടെ കയറുമ്പോഴാണ് വഴി വരുന്നത്. ഇതാണ് നാടൻ ഊണ് കാളാഞ്ചി. നല്ല തിരക്കുണ്ട്, ഉച്ച സമയമായതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. ഈ കാണുന്നതാണ് ക്യാമലോട്ടിന്റെ ജസ്റ്റ് അടുത്തായിട്ട് തന്നെയാണ് ഈ കാണുന്ന കാളാഞ്ചി റെസ്റ്റോറൻറ്റ്. ഇവിടെ നാടൻ ഊണിന് 70 രൂപയുള്ളൂ. നല്ല അടിപൊളി ഊണാണ്. 70 രൂപ നാടൻ ഊണിന്. സീ ഫിഷാണ് കൂടുതൽ, സീ ഫിഷും ലേക്ക് ഫിഷും ആണ് കൂടുതൽ. ഉച്ചയ്ക്ക് ഊണാണ് ഇവ മെയിനായിട്ടും. ഇനി വൈകുന്നേരം കൂടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഊണും ഫിഷിൻ്റെ ഐറ്റംസാണ് കൂടുതൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ റെസ്റ്റോറൻ്റ് അകത്തോട്ട് കയറാം. അപ്പം നമുക്ക് കിച്ചണിലൊക്കെ ഒന്ന് കയറാം. എന്തൊക്കെയാണ് അവിടുത്തെ ഫുഡൊക്കെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇത് വരാല് മുളകിട്ട് വെച്ചതാണ്. നല്ല അടിപൊളി കുടംപുളിയൊക്കെ ഇട്ട് നല്ല വരാല്. കറിയൊക്കെ ഏകദേശം തീരാറായിരുന്നു. സിലോപ്പി ഫ്രൈ ചെയ്ത, പിന്നെ ഇവർക്ക് കടൽക്കൂട്ടെന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. 3 ഐറ്റമാണ്. ചെമ്മീന്, കൂന്തൽ, അങ്ങനെയുള്ള 3 ഐറ്റം ചേർന്നിട്ടുള്ളൊരു ഫിഷാണ്. അത് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ, എന്താണ് ഐറ്റം ഉണ്ടാക്കുന്നത്? ഇത് കടൽക്കൂട്ട്. എന്തൊക്കെ ഐറ്റംസ് ആണ്? സ്ക്വിഡ്, പ്രോൺസ്, ബാസ വരുന്നൊരു സീ ഫുഡ് പ്ലാറ്ററിന്റെ കോമ്പിനേഷൻ ആണ്. എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിലുള്ള? അതിനകത്ത് സ്ക്വിഡ്, പ്രോൺസ്, ബാസ 3 ഐറ്റംസ്. തേങ്ങാപ്പാലിന് ചേർത്ത്, തേങ്ങാപ്പാലാണ് ചേർത്തത്. പിന്നെ ഇവർക്ക് കോംബോ ഉണ്ട്. അത് നമ്മളൊരു 70 രൂപയുടെ ഊണ് മേടിക്കുകയാണെങ്കിൽ 100 രൂപയ്ക്ക് മത്തി വറുത്തതും ഇതും കൂടെ ഒരു കോംബോ ആയിട്ട് കിട്ടും. പിന്നെ മത്തി പീര, അങ്ങനെ 3-4 കോംബോ കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. നമുക്ക് ഇവിടുത്തെ ഹോട്ടലിൽ ഫുഡ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഊണൊക്കെ ഓർഡർ ചെയ്യാം. എന്താ വേണ്ട? ചെമ്മീൻ ഫ്രൈയും പിന്നെ വരാല് വേണം. വരാല് ഇഷ്ടമാണ്. അപ്പോൾ ഒരാൾ ഓർഡർ ചെയ്യുന്ന വരാലും ചെമ്മീൻ ഫ്രൈയുമാണ്. പാറുവിന് എന്താ വേണ്ട? മീൻ പീരയാണ്, മത്തി പീരയാണ്. ഫ്രൈ വേണം? കൊഴു വേണ്ടെന്ന്. കൊഴുവാണ്. പറഞ്ഞെന്തൊക്കെയാണ്? മീൻ പീരയാണ്. പിന്നെ അമിതയ്ക്കോ? അമിത അപ്പോൾ നമ്മുടെ ഊണിനായിട്ട് ഇലയെല്ലാം ആദ്യം ഇട്ടു. ഇനി അപ്പോൾ തൊടുകറികളൊക്കെ 4 ഐറ്റം തൊടുകറിയുണ്ട്. പിന്നെ ഫിഷൊക്കെ ആണെങ്കിൽ നമ്മളവിടെ ചെന്നതിന് ശേഷം ഓർഡർ കൊടുത്തതിന് മാത്രമേ അവർ ചെയ്തു തരുള്ളൂ. എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെയാണ് നമുക്ക് ചെയ്തു തരുന്നത്. ഫ്രൈ ആയിട്ടാണെങ്കിലും 2-3 മിനിറ്റ് ടൈം എടുക്കും അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെന്നവിടെ തന്നെ നമ്മൾ ഓർഡർ കൊടുക്കുക, ഉടൻ തന്നെ അവർ ഫ്രൈ ചെയ്ത് തരുന്നതാണ്.
ഫിഷെല്ലാം അന്നുള്ള ഫ്രഷ് ഫിഷുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഒന്നും ഫ്രീസോ കാര്യങ്ങളൊന്നുമല്ല, എല്ലാം ഫ്രഷ് മീനുകളാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. നമ്മളതെല്ലാം കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇലയിലൂടെയാണ് അവർ 70 രൂപ ചാർജ് ചെയ്യുന്നത്. ബാക്കി സാമ്പാറുണ്ട്, മോരുകറിയുണ്ട്, പപ്പടമുണ്ട്, അങ്ങനെ ഒഴിച്ചു കൂട്ടാൻ തന്നെ 3 ഐറ്റംസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതെല്ലാം കൂട്ടിയാണ് അവർ 70 രൂപ ചാർജ് ചെയ്യുന്നത്. മീൻചാറ് ഉൾപ്പെടെയാണ്. മീൻ കറിയല്ല, സെപ്പറേറ്റ് ആയിട്ടാണ്. അതെല്ലാം ഫ്രൈയും കറിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസാണ് അതിലുള്ളത്. അപ്പോൾ ഇനി ഊണെല്ലാം കഴിച്ചിട്ട് നമുക്ക് സ്പെഷ്യലൊക്കെ ഓർഡർ ചെയ്യാം. സാമ്പാറും പുളിശ്ശേരി. ആദ്യം വരാല് മുളകിട്ടതാണ്. നല്ല അടിപൊളി വരാല് മുളകിട്ട കറിയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമിതയാണ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നല്ല ഫ്രഷ് മീനാണല്ലോ. പിന്നെ നമ്മൾ ഓർഡർ കക്കയാണ്. കക്ക ഫ്രൈ ആണത്. സൂപ്പറാണോ? പിന്നെ നമ്മുടെ മത്തിപ്പീരയാണ് വന്നത്. ഇതിന് 60 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും നല്ല ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് വരാലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടായിരുന്നു. നമ്മൾ സിലോപ്പി ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. സിലോപ്പി ഫ്രൈ വന്നിട്ടുണ്ട്. അത് നല്ല ചൂടാണ്. കരിമീൻ സിലോപ്പിയല്ല, സോറി, കരിമീൻ. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറികളൊക്കെ എല്ലാം ചോറും സൂപ്പറായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. ഇല കാണുമ്പോൾ അറിയാം എല്ലാം സൂപ്പറായിരുന്നു. എന്ന് വെച്ചാൽ ഇനി നമ്മുടെ അച്ഛൻ്റെ പോക്കറ്റ് മണി തീരെ എനിക്ക് പണി പണിക്കാൻ. ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മുടെ പോക്കറ്റ് ഒന്നും കാലിയായില്ല. വളരെ റീസണബിൾ ആയിട്ട് റേറ്റ് ആണ്. ആലപ്പുഴയിൽ ഇത്രയും വെറൈറ്റി ഫുഡ് ആലപ്പുഴയിൽ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അവർ ചാർജ് ചെയ്തത്. നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നല്ല ഫുഡുമായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ അവർക്ക് കാറ്ററിംഗ് സർവീസും ഉണ്ട്. നല്ല കാറ്ററിംഗ് സർവീസാണ് അവരുടെ. അപ്പോൾ തീർച്ചയായിട്ടും ആലപ്പുഴ വരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻറ്റുകൾ അയയ്ക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നന്ദി അറിയിക്കുന്നു നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിൽ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഹോട്ടലിൽ ഫുഡ് പാരലോഡാണ്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം പോകുന്ന റൂട്ടാണെങ്കിൽ പാതിരപ്പള്ളി ക്യാമ്പലോട്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് പാരലോട്ട് കയറി വേണം വരാനായിട്ട്. എറണാകുളം നിന്നാണ് വരുന്നതെങ്കിൽ ആലപ്പുഴ എത്തണ്ട, പാതിരപ്പള്ളി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡ് ആയിട്ടാണ്. അപ്പോൾ
അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അതൊരു ബൈ ബൈ, ടേക്ക് കെയർ, ടാറ്റാ. ബൈ ബൈ.